നമസ്കാരം. കാസ്റ്റിംഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ജോണി വാക്കറിലെ മറ്റൊരു കഥാപാത്രം, ഗോപാൽ പൂജാരി. ജോണി വാക്കർ കണ്ടവർക്കറിയാം, ദീദി എന്ന കഥാപാത്രം, കമൽ ഗൗറിൻ്റെ സ്വാമി എന്ന കഥാപാത്രം നമ്മളുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു ഫീൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ കമൽ ഗൗർ ചെന്ന് അല്ലെങ്കിൽ ചെല്ലുന്ന ആ വലിയൊരു സങ്കേതം, അല്ലെങ്കിൽ ഈ ഡ്രഗ് ഡീലേഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ഒരു പട്ടി ഇങ്ങനെ ഓടിപ്പോയി, ഒരുപാട് മെഴുകുതിരികൾ കത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയുടെ അൾത്താര പോലെയുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന ദീദി എന്ന കഥാപാത്രം. അപ്പോൾ അവിടെ ശവപ്പെട്ടി നിറച്ച്, അല്ലെങ്കിൽ ശവപ്പെട്ടിയിൽ ഡ്രഗുകൾ നിറച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് ദീദി തിരിഞ്ഞു നോക്കി ഒരെണ്ണം പൊട്ടിച്ച കൂടി നിന്ന് ഡ്രഗിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ആ വിരൽത്തുമ്പിൽ പട്ടി വന്ന് നക്കുന്ന ആ ഒരു ഇൻട്രൊഡക്ഷനാണ് ദീദിയെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്, അല്ലെങ്കിൽ ക്രിമേഷന് കൊണ്ടുപോകുന്ന, ബറിയലിന് കൊണ്ടുപോകുന്ന വണ്ടി, അത് പ്രത്യേകതരം വണ്ടിയാണ്. ആ സിനിമ കാണുമ്പോൾ പറയാം, ആ സിനിമയിൽ ജോണി വാക്കറിലെ ഒരു 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 മ്യൂസിക്കിൻ്റെ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. കുരിശിങ്ങനെ ആ ദൂരെ നിന്ന് വരുന്ന വഴിയിൽ ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്ന ഹീറ്റ് വേവ് പോലെ അതിലൂടെ കാണുന്ന ഒരു കാറ്, ആ കാറിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു ശവപ്പെട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്തൊരു ദുരൂഹത ഉണ്ടാക്കുന്ന അന്തരീക്ഷമാണ്. ഇവരുടെ ഡ്രഗ് ഡീലിങ്, ഒരുപാട് ബിഗ് ബാനിയൻ ട്രീ എന്ന് പറയുന്ന ബാംഗ്ലൂര് ഏഷ്യയിലെ ഏറ്റവും വലിയ ആൽമരത്തിൻ്റെ ഒരു വേരുകളുണ്ട്. കാരണം ഒരു ഏക്കറുകളോളം ഇങ്ങനെ വിശ്രുതിയിൽ കിടക്കുന്ന ആ വേരുകളുടെ ഇടയിലേക്ക് ഈ കാറ് വന്ന് നിൽക്കുന്നു. പഴയ കാറാണ്, ഷവർലെ. ആ കാറ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ദീദിയുടെ അനുയായികൾ, അതിലേക്ക് ചെല്ലുന്ന സ്വാമിയുടെ ക്യാരക്ടർ. ഇങ്ങനെ ഇത്രയും ബിൽഡപ്പുകൾ കൊടുത്ത് നമ്മളൊരു വില്ലനെ അവതരിപ്പിക്കുകയാണ് ദീദി. അപ്പോൾ ഒന്നാമത് കമൽ ഗൗറിനേക്കാൾ കൂടുതൽ ആകാര സൗഷ്ഠവം ഉണ്ടാവണം, മൂക്കിൻ്റെയൊക്കെ ഫീച്ചേഴ്സും എല്ലാം ഞങ്ങൾ വളരെ സ്പെസിഫിക്കാണ് മനസ്സിൽ. എങ്ങനെ കിട്ടും, പുതിയൊരാളായിരിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെയാണ് സാബു ചെറിയാൻ, എൻ്റെ ഫോർ ദ പീപ്പിളിൻ്റെ പ്രൊഡ്യൂസർ. സാബുവിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സന്തോഷ് ഒരു പ്രൊഡ്യൂസറാണ് ബോംബെയിൽ. സന്തോഷിനെ കാണാൻ വേണ്ടി പോകുന്നു. സന്തോഷാണ് ഇവിടെ, നിങ്ങൾ പുതിയ ആളാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരാളെ ഞാൻ പറയാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റാണ്. ഒരു ഫിലിം ആക്ടറെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. ഞാൻ ചോദിച്ചു എന്താണ് ബാക്ക്ഗ്രൗണ്ട്? പുള്ളി അധോലോകത്തിലാണ്. അധോലോകത്തിലെ ഒരു കൊല്ലാൻ മടിയില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്ന, അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഗോപാൽ പൂജാരി. ഞാൻ പറഞ്ഞ് കാണട്ടെ, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുന്നത്. എനിക്കൊരു മനസ്സിൽ ഭയമുണ്ട്. ആദ്യമായിട്ടൊരു ഒരു അണ്ടർവേൾഡ് ഡോണുമായിട്ട് സഹകരിക്കുന്ന ഒരാളെ കാണാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം സന്തോഷിൻ്റെ ഓഫീസിൽ വരുന്നു. വന്നപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ച ആൾ തന്നെ, നല്ല പൊക്കമുണ്ട്, അതുപോലെ മൂക്കിൻ്റെയൊക്കെ ആ ഫീച്ചേഴ്സൊക്കെ വളരെ കറക്റ്റ്, സംസാരിക്കുന്ന രീതി, ചിരി ഒക്കെ പ്രത്യേകത. ഒരിക്കലും ആ സൗമ്യമായ പെരുമാറ്റം കണ്ട ഒരിക്കലും തോന്നില്ല ഇത് ഈ കൈകൾ കൊണ്ടാണ് മനുഷ്യരെ കൊല്ലുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒറ്റ കാഴ്ചയിൽ തന്നെ ഗോപാൽ പൂജാരിയെ ഞങ്ങൾ ദീദി എന്നുറപ്പിച്ചു. ഗോപാൽ പൂജാരി ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യാൻ വരുന്നു. അപ്പോൾ എനിക്ക് ഭയമുണ്ട്, എന്തെങ്കിലും ഇതിൻ്റെ ബോംബെയിലുള്ള അന്ന് അധോലോകം ശക്തമായി നിൽക്കുന്ന സ്ഥാനത്ത് ഇത് ഇവിടെ എന്തെങ്കിലും അതിൻ്റെ കണക്ഷൻസോ ആഫ്റ്റർ എഫക്ട്സോ ഒക്കെ ബാംഗ്ലൂരും വന്ന്, ഇതൊക്കെ നോട്ടപ്പുള്ളിയാണ് അവിടെ. അങ്ങനെ ഗോപാൽ പൂജാരി വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ അദ്ദേഹം തന്നെ കയ്യിൽ കരുതിയിട്ടുണ്ട്, എപ്പോഴും കയ്യിൽ കരുതുന്ന ഒരു തോക്ക്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ ഭയമുണ്ട്. ഒരു അണ്ടർവേൾഡ് ഡോണിനോടാണ് ഒരു ആക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അത് ശരിയായില്ല ഇങ്ങനെ ചെയ്യാനൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു മനസ്സിൽ ആ ഒരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ ഗോപാൽ വളരെ സൗമ്യനായിരുന്നു. സിനിമ ഷൂട്ടിങ് പൂർണ്ണമാകുന്നത് വരെ
കൂടെയുള്ള മുഴുവൻ ആക്ടേഴ്സിനും മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലും ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങുക, ജീൻസ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്നിച്ച് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഇത്രയും ഇടപെടാൻ നമുക്കൊരു വല്ലാത്തൊരു ആംബിയൻസ് സൃഷ്ടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ സിനിമ ജോണി വാക്കർ അഭിനയിച്ചതിന് ശേഷം ഗോപാൽ പൂജാരി മടങ്ങിപ്പോയി. ഇമ്മീഡിയറ്റ്ലി ലോറൻസിൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അവസരം കിട്ടി. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വേറെ സിനിമകളൊക്കെ കിട്ടുന്നുണ്ട്, താങ്ക്സൊക്കെ പറഞ്ഞു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഗോപാൽ പൂജാരിയുടെ വിവരമൊന്നുമില്ല. ഞാൻ സന്തോഷ് ദുഃഖത്തോടെ പറഞ്ഞു, ഗോപാൽ ഒരു ഷൂട്ട് ഔട്ടിൽ മരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമയിലും നമ്മൾ വ്യത്യസ്തമായ മുഖങ്ങൾ അന്വേഷിച്ച് പോകും. അവരൊക്കെ നമ്മളെ തേടി വരാറുണ്ട്. അവർക്കൊക്കെ ഓരോ ജീവിതത്തിൽ ഓരോ വ്യത്യസ്തമായ ജീവിത അന്തരീക്ഷം ഉണ്ടാവും. പിന്നീട് വരുന്ന കഥകളും വേറെ ആയിരിക്കും. ജോണി വാക്കറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, കാസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാമിയെ പോലെ തന്നെ, കമൽ ഗൗറിനെ പോലെ തന്നെ മനസ്സിൽ എപ്പോഴും വരും ഗോപാൽ പൂജാരി.